guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെംബ്രെയിൻ ഫിൽറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷൻ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോർഷനാണ്, പക്ഷേ മറ്റുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഇറ്റ്സ് സോ സിമ്പിൾ. അപ്പോൾ എന്താണ് മെംബ്രെയിൻ ഫിൽറ്റർ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലോ. ആദ്യം തന്നെ നമ്മൾ പറയാനുള്ളത്, സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ആ സെമി പെർമിയബിൾ ലെയർ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെറ്റീരിയൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടാമിനൻസ് അല്ലെങ്കിൽ പൊടിപടലങ്ങളോ എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കമ്പയർ ചെയ്യാനായിട്ട് ഒരു അരിപ്പ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അരിപ്പ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ചായ നമ്മൾ അരിക്കുമ്പോൾ ചായയിൽ ആവശ്യമില്ലാത്ത ഈ തേയിലയുടെ പൊടികൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അരിപ്പ യൂസ് ചെയ്യുന്നത്. അതേ പ്രോസസ്സാണ് ഇവിടെ മെംബ്രെയിൻ ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കണ്ടാമിനൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു തിൻ ലെയർ ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ സെപ്പറേഷൻ അല്ലെങ്കിൽ സർഫസ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപാടി നടക്കുന്നത്. ഇവിടുത്തെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഷർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രഷറിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇവിടെ എന്ന് പറയുന്നത്. 4 ലെവൽ ഓഫ് ഫിൽട്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ഫിൽട്രേഷൻ്റെ ലെവൽ എന്ന് പറയുന്നത് മൈക്രോ ഫിൽട്രേഷൻ, പിന്നെ വരുന്നത് അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ ആൻഡ് ലാസ്റ്റ് വൺ റിവേഴ്സ് ഓസ്മോസിസ്. 4 ലെവൽ ഓഫ് ഫിൽട്രേഷനും അതിൽ വരുന്ന പോർ സൈസും ആണ് ഈ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കൂടി നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കൺസ്ട്രക്ഷൻ ഈസ് വെരി സിമ്പിൾ, പക്ഷേ ഇത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ 4 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെംബ്രെയിൻ, പിന്നെ വരുന്നത് മൊഡ്യൂൾസ്, പിന്നെ വരുന്നത് റാക്സ്, പിന്നെ വരുന്നത് പൈപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ആദ്യം തന്നെ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെംബ്രെയിൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ 150 മൈക്രോൺസ് വരെ തിക്നെസ് ഉള്ള ഒരു മെംബ്രെയിൻ ആണ്. ആ മെംബ്രെയിനിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോൾസ് അല്ലെങ്കിൽ പെർഫോറേഷൻസ് ഉണ്ട്. 150 മൈക്രോൺസ് തിക്നെസ് മാത്രമുള്ള 150 മൈക്രോൺസ് എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. ഈ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് നൈലോൺ, സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ്, PVC പോലുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെംബ്രെയിൻ്റെ പോർസ് എന്ന് പറയുമ്പോൾ ഈ പോർസ് എല്ലാം യൂണിഫോം ആണ്. യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരു പോർ ചെറുത്, ഒരു പോർ വലുത്, അങ്ങനെയല്ല. ഈ ഹോൾസ് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ടും യൂണിഫോം ആയിട്ടുള്ള സൈസിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു 150 മൈക്രോൺസ് തിക്നെസ് ഉള്ള ഒരു ഇതിലെന്ന് പറയുമ്പോൾ 0.05 എന്ന് പറയുന്ന മൈക്രോൺസിലാണ് അതിൻ്റെ പോർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലുള്ള എല്ലാത്തിൻ്റെ സൈസും 0.05 എന്ന് പറയുന്ന ആ ഒരു തിക്നെസ്സിലായിരിക്കും. അല്ലാതെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം ആയിട്ട് എല്ലാത്തിലൂടെയും നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ നമുക്ക് മെംബ്രെയിനിലൂടെ നടക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ മെംബ്രെയിനിൽ ഫിൽട്രേഷൻ നടക്കുന്നത്? ഈ മെംബ്രെയിനിലുള്ള പോർ സൈസിനെക്കാളും കൂടുതലുള്ള സാധനങ്ങളെ ഈ പോർസിന് മുകളിൽ റീറ്റെയിൻ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പോർസിൽ നിലനിർത്തി അകത്തോട്ട് പോവാൻ അനുവദിക്കാതെ അവിടെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ലിക്വിഡിനെ താഴോട്ട് അല്ലെങ്കിൽ അകത്തോട്ട് വിടുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ മെംബ്രെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതാണ് മൊഡ്യൂൾസ്. മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു വെസലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു വെസൽ എന്ന് പറയുമ്പോൾ ആ വെസലിനകത്ത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് മെംബ്രെയിൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആ തൗസൻഡ്സ് ഓഫ് മെംബ്രെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വെസലാണ് നമ്മുടെ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ മൊഡ്യൂൾസും PVC അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അടുത്തത് റാക്കാണ്. റാക്ക് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഓരോ റോയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മെംബ്രെയിൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന വളരെ ഫോഴ്സ് കുറവായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്നുണ്ടെങ്കിൽ ഒരു റാക്ക് തന്നെ ധാരാളമാണ്. പക്ഷേ നല്ല ഫോഴ്സിൽ ഫ്ലോ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ റാക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് പൈപ്പിംഗ് സിസ്റ്റമാണ്. പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഇട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ എന്താണോ, അതായത് ഫീഡ് ചെയ്യുന്നത് എന്താണോ അത് ഇൻഫ്ലുവൻറ്റിലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫിൽട്രേറ്റ് ചെയ്ത് പുറത്തോട്ട് നമുക്ക് കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് എഫ്ലുവൻ്റ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിൽ ഉള്ളത്. ആൻഡ് ഇനി നമ്മൾ ഈ പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ എല്ലാത്തരം കെമിക്കൽസ് ആയിക്കോട്ടെ എന്ത് തരം മെറ്റീരിയൽസിനാണെങ്കിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള, ഫിൽറ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ മെറ്റീരിയൽ ആ കെമിക്കലുമായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒത്തുപോകുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഡീഗ്രേഡേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെംബ്രെയിനിലൂടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫിൽറ്റർ ചെയ്യാനുള്ള ആ ഒരു സാധനം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പോർസിലൂടെ ആ ഫിൽറ്റർ ചെയ്യാനുള്ള മീഡിയം പാസ് ചെയ്യുമ്പോൾ പോർ സൈസിനേക്കാളും കൂടുതൽ സൈസിലുള്ള സാധനങ്ങൾ പോർസിൽ റീറ്റെയിൻ ചെയ്യുകയും ബാക്കി പോർ സൈസിനേക്കാളും കുറവായിട്ടുള്ള സാധനങ്ങൾ അകത്തോട്ട് ഫിൽറ്ററായിട്ട് ആ ലിക്വിഡ് പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന സാധനം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മീഡിയം ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ബ്രീഫായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് മെംബ്രെയിൻ ഫിൽറ്ററിൻ്റെ. ഇനി നമ്മൾ മെംബ്രെയിൻ ഫിൽറ്ററിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. വളരെ ഫ്ലെക്സിബിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എനർജി കൺസംഷൻ കുറവായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ മറ്റുള്ള കൺസ്ട്രക്ഷൻസ് പോലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എൻവയോൺമെൻറ്റിന് ഇത് ഉണ്ടാക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെംബ്രെയിൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് മാറ്റുക അല്ലെങ്കിൽ പുതിയതായിട്ട് മേടിക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലിയാണ്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്ററിൽ വളരെ ഫോൾഡിങ് എഫക്റ്റ് കൂടുതലാണ്, അതായത് മടങ്ങി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഫ്ലോ റേറ്റിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ മര്യാദയ്ക്ക് അത് ഫിൽറ്റർ ചെയ്ത് നല്ല രീതിക്കുള്ള ഫ്ലോ തരാതെ വരും. അപ്പോൾ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഇനി നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്സിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ വാക്സിൻസും ആൻറ്റിബയോട്ടിക്സിനെയും ഒക്കെ റിക്കവർ ചെയ്യാനായിട്ട്, അതായത് തിരിച്ചെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പുവെള്ളം ഉണ്ടല്ലോ, കടലിലേക്ക് ഉപ്പുവെള്ളം, ആ ഉപ്പുവെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ആക്കിയിട്ട് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പുവെള്ളത്തിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാനായിട്ടും ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കടൽ വെള്ളത്തിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അതായത് ഡീസലൈനേഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ ഫിൽറ്ററാണ്. അപ്പോൾ ഇത്രയുമാണ് മെംബ്രെയിൻ ഫിൽറ്ററിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ രീതിയിൽ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.